ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുഴമച്ചാൻ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അജേഷ് വാണ്ടറാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ്. അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കം ഓൺ ഗൈസ്. ഹലോ ഗൈസ്, വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കണവയുടെ ചാകരമാണ് കേട്ടോ. കണവെന്ന് പറയുമ്പോൾ നല്ല അടാറ് കണവകളാണ് പുറം കടലിൽ പോയി നമ്മുടെ ചേട്ടന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ലേലം ചെയ്യാൻ പോകുന്നത്. ഇത് ഈ വള്ളം നിറയെ കണവയാണ്. കാരണം കണവയ്ക്ക് മാത്രം ടാർഗറ്റ് ചെയ്ത് പോകുന്ന ടീംസുകളാണ്. ഇവർ വേറെ ഒരു മീനും പിടിക്കത്തില്ല. കണവയ്ക്ക് മാത്രം ടാർഗറ്റ് ചെയ്ത് കണവ കുടുങ്ങാൻ പറ്റിയ വലകളും കാര്യങ്ങളും ഇവർ കൊണ്ടുപോയി കണവയെ മാത്രം പിടിച്ചുകൊണ്ട് വരും. കാരണം കണവ കരയിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് പൊന്നും വില കിട്ടുമെന്നാണ് പറയുന്നത്. അത്ര ടാസ്ക്കുമാണ് ഇതിനെ പിടിക്കാൻ. കാരണം വലയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഇതിൽ ഇളക്കിയെടുക്കാൻ ഇതിനെ ഭയങ്കര പാടാണ്. കാരണം ഇത് വലയിൽ കുരുങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ പീരികൾ മൊത്തം കൊണ്ടുവന്ന് വല മൊത്തം കുരുക്കിയാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഇളക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. കരയിൽ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ പൊന്നു വില കിട്ടും. അല്ലേ, ഇപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു സെക്ഷൻ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കടമച്ചന്തയാണ്. അപ്പോൾ ആ സെക്ഷൻ തീർത്ഥാടന ക്ഷേത്രം മാത്രമേ ഇതിനങ്ങോട്ട് കയറ്റാൻ പറ്റൂ. അതുകൊണ്ട് അവർ വെയിറ്റിങ്ങിലാണ്. കണ്ടില്ലേ, ആ സാധനം കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ എടുത്തുകൊണ്ട് വന്ന സാധനമാണ്. അത് ഉറക്കി നിരത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുല്ലപ്പൂട് പോലെ നിരത്തിയിട്ട ഈ ഒരു കണവുകൾ ഒരു കണവയ്ക്ക് ഇത്ര രൂപ വെച്ച് ലേലം വിളിക്കുന്ന ആൾക്കാർ വിലയിട്ട് അതനുസരിച്ച് അവർ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലേലം വിളിക്കുന്ന ആൾക്ക് ഇത് ഒരു 50 എണ്ണം ഉണ്ടെങ്കിൽ 50 എണ്ണം ഓരോന്ന് ഇത്ര രൂപ വെച്ച് കിട്ടുമെന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു തോന്നലുണ്ടല്ലോ. ആ തോന്നൽ വെച്ചിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര രൂപയ്ക്കുണ്ട്, 50 കണവ ഇത്ര രൂപയ്ക്കുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ടിൽ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ലേലം വിളി സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ ലേലം വിളിക്കാൻ നിൽക്കുന്ന ആൾക്കാർ 5, 6, 7 കമ്പനി സ്റ്റാഫുകളവിടെ വന്ന് പൈസ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ ഇതിനെ വിളിച്ച് കയറ്റി ലാസ്റ്റ് മുതലാവുമ്പോൾ അത്രയ്ക്ക് പോവുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ, ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് വിളിച്ച് ഫൈനൽ ചെയ്ത് സ്ഥിരപ്പെടുത്തി കൊടുക്കും, 3.5 പിടിച്ച് കൊടുക്കും. അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ ചെന്ന് കുട്ടയെ കൊണ്ടുവരുന്ന ആ ഒരു കണവെടുപ്പ് അവർ കൊണ്ട് നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം 12 കുട്ടയൊന്നും 2 സെക്ഷനായിട്ടാണ്. ഒരു സെക്ഷൻ അപ്പുറത്തിട്ടിരിക്കുകയാണ്, ഒരു സെക്ഷൻ ഇപ്പുറത്ത് 12 കുട്ടയുണ്ട്. അങ്ങനെയായിരുന്നു. ഇത്രയും 12 കുട്ടയിലുള്ള ഇത്രയും കണവ എങ്ങനെയാണ് ഒരു 4 ലക്ഷം രൂപയ്ക്കകത്ത് പോകുമെന്നാണ് എൻ്റെ ഉറപ്പ്. കണ്ടില്ലേ, നമ്മുടെ ചന്തയെന്ന് പറയുമ്പോൾ കടലും ചന്തയുമായിട്ട് അടുത്തടുത്താണ്. ബോട്ട് കടലിൻ്റെ കരയിൽ വന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് തന്നെ ബോട്ടിൽ നിന്നും പിന്നെ കണവ കരയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നിരത്തി വയ്ക്കുന്നു, ആൾക്കാരെല്ലാം വിളിച്ചു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ആളമർത്തി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ പ്രത്യേകിച്ച് പറയുവാണ്, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക. ഓക്കെ, ഇതാണ് സംഭവം. ഇത് പല സൈസിലുള്ള സാധനമാണ് ഉള്ളത്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. ഉണ്ടല്ലേ, കുറച്ച് അപ്പുറത്ത് വലിയൊരു മീനിനെ ലേലം വിളിക്കാൻ കൊണ്ടിട്ടിരിക്കുകയാണ്. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് ലാസ്റ്റ് കാണിച്ചു തരുന്നതല്ല, അത് ലേലം വിളിച്ച് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വലിയൊരു മീനാണ് അപ്പുറത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. 2-4 പേര് പറഞ്ഞോളെ നിൽക്കുകയാണ്. ലേലം വിളി സ്റ്റാർട്ട് ചെയ്തില്ല. ലേലം വിളി വലിയൊരു മീനാണ്, ചുണ്ടൊക്കെ നീളമുള്ള ഒരു മീനാണ് ഉള്ളത്. എന്ത് മീനെന്ന് എൻ്റെ പേരെനിക്കറിയത്തില്ല. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ലേലം വിളി കാണിച്ചു തരാം. ഓക്കെ, ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് തീർന്നില്ല, അത് വന്ന് കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കേസ് പറയാനുണ്ടെങ്കിൽ, വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ എടുത്തിരുന്നാലും അവരൊന്നും നമ്മളെ ഒന്നും സംസാരിക്കുന്ന വഴക്കൊന്നും പറയത്തില്ല. അത് വേറെ നമ്മുടെ സ്നേഹമുള്ള ടീംസുകളാണ് ഇവിടെ ഉള്ളത്. എന്തിനാണ് എടുക്കുന്ന വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നില്ല. അവർ നമുക്ക് വേണ്ടി ഫോഴ്സ് ചെയ്യും.
നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, ചോദിക്കുക എന്തിനാണ് എന്ന് എടുക്കുന്നത്, യൂട്യൂബിലാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് ഇടാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറയത്തില്ല. ചില ആൾക്കാർ നമ്മളെ ചെറുതായിട്ട് ഷൗട്ട്. എന്തായിരുന്നാലും ഇവിടുത്തെ ചാകര എന്തായാലും 1-1.5 മാസം വരെ ഉണ്ടാവും. അതുവരെ എൻ്റെ ഈ ചാനലിൽ ഇവിടുത്തെ വിശേഷങ്ങൾ, വിഴിഞ്ഞം തുറമുഖത്തെ വിശേഷങ്ങൾ മാക്സിമം പ്രതീക്ഷിക്കാം. ബോർഡിലെ ചേട്ടൻ പെടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, ഇവിടെ വന്നെല്ലാം കഴിച്ചാലും ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കുറച്ച് കാപ്പിയും കുടിച്ചിട്ടാണ് പോയത്, 3 മണിക്ക് പോയത്, ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഇവർ ജീവിതം എന്ന് പറയുമ്പോൾ 2, 3, 4 കിലോമീറ്ററുള്ള വലയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വല ഇടാൻ എളുപ്പമാണ്, പിന്നെ വലിച്ചു കയറ്റാൻ ആ ടാസ്കുള്ള പരിപാടിയാണ്, നടുവ് പൊടിക്കൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും, പ്രതീക്ഷിക്കുക. ഓക്കെ, ബൈ ബൈ.